ഹലോ, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പൂനെയിലുള്ള ആഗാഖാൻ പാലസിലാണ് കേട്ടോ. പൂനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 9 കിലോമീറ്റർ ദൂരത്തിൽ കല്യാണി നഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ പാലസ് ഉള്ളത്. ഏതായാലും നാട്ടിലൊക്കെ പോരാനായതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച് നിന്നപ്പോഴാണ് ഗൂഗിൾ നമ്മൾ ഈ പാലസിനെ പറ്റി കണ്ടത്. അപ്പോൾ ഗാന്ധിജീൻ്റെ മെമ്മോറിയലൊക്കെ ഉള്ളതാണെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. 1892 സുൽത്താൻ മുഹമ്മദ് ആഗാഖാൻ ഷാ എന്ന് പറഞ്ഞിട്ടുള്ള രാജാവാണ് കേട്ടോ ഈ കൊട്ടാരം പണി കഴിപ്പിച്ചിട്ടുള്ളത്. അന്നത്തെ കാലത്ത് പൂനെയുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ നല്ലോണം ദാരിദ്ര്യമായിരുന്നു. സോ ദരിദ്രർക്ക് വേണ്ടിയിട്ട് അവർക്കൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു കാരുണ്യ പ്രവർത്തനം എന്നുള്ള രീതിയിൽ ഈ കൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളത്. 5 വർഷം കൊണ്ട് പണി പൂർത്തിയായി. ഈ കൊട്ടാരത്തിന്റെ പണിക്ക് വേണ്ടിയിട്ട് 1 ലക്ഷം ആൾക്കാർക്ക് ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. 19 ഏക്കർ സ്ഥലത്ത് ഏകദേശം 12 ലക്ഷം രൂപക്ക് നിർമ്മിച്ചിട്ടുള്ള ഒരു ഇറ്റാലിയൻ സ്റ്റൈലിലുള്ള പാലസ് ആണ് കേട്ടോ ഇത്. വലിയ വലിയ ഹാളുകളും ഇടനാഴികളും നല്ല അടിപൊളി ഗാർഡനുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇനി ഈ കൊട്ടാരത്തിന് സ്വാതന്ത്ര്യ സമരമായിട്ട് എന്താ ബന്ധം? 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായിട്ട് 1942 മുതൽ 44 വരെ ബ്രിട്ടീഷുകാർ മഹാത്മാഗാന്ധിയെയും അവരുടെ ഭാര്യയായിട്ടുള്ള കസ്തൂർബ ഗാന്ധിയെയും മഹാദേവ് ദേശായി തുടങ്ങിയിട്ടുള്ള ആളുകളെ ഇവിടെയാണ് തടവിലാക്കി പാർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിനിടെ 1944 കസ്തൂർബ ഗാന്ധിയും മഹാദേവ് ദേശായും ഇവിടെ വെച്ചിട്ടാണ് മരിച്ചത്. ഗാന്ധിജിയുടെയും കസ്തൂർബ ഗാന്ധിയുടെയും മഹാദേവ് ദേശായിയുടെയും സ്മാരകങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അവരുടെ സമാധി എന്ന് പറഞ്ഞിട്ടുള്ള മാർബിൾ കൊണ്ട് കെട്ടിയിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അന്നത്തെ സമയത്ത് അവർ ഉപയോഗിച്ചിരുന്ന റൂമുകളും അവരുടെ ബാക്കി ഉപയോഗിച്ചിരുന്ന കുറേ വസ്തുക്കളൊക്കെ അവിടെ മ്യൂസിയത്തിൽ ഗാലറിയിലായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ സ്റ്റാച്യൂകളും പ്രതിമകളും അവരുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രങ്ങളൊക്കെ അതുപോലെ ബോർഡിലൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള റൂമിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. സ്റ്റാച്യു ഒക്കെ ഉള്ള റൂമിൽ കയറാൻ പറ്റുന്നുണ്ട്. പൂനെയിലൊക്കെ വരുമ്പോൾ കണ്ടിരിക്കേണ്ട ഒരു അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.